എ ലെറ്റർ ടു ലിവ് ബെറ്റർ. ഡിയർ ഉഷമോൾ, അയച്ച കത്ത് യഥാസമയം കിട്ടി. വിശേഷങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കുന്നു. പരീക്ഷകൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നല്ല പെർസെൻറ്റേജ് വാങ്ങിക്കണം. മറ്റെല്ലാ വിധത്തിലുമുള്ള പരിപാടികളിലും പങ്കെടുക്കണം. എപ്പോഴും തിരക്കുണ്ടായിരിക്കണം. എങ്കിൽ സമയം പോകുന്നത് അറിയുകയില്ല. ധാരാളം വായിക്കുക. പുസ്തകങ്ങളെപ്പോലെ പറ്റിയ കൂട്ടുകാർ കിട്ടുക പ്രയാസമാണ്. വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പുസ്തകങ്ങൾ തനിയെ കിട്ടും. സാഹിത്യവാസനയുണ്ടാകണം. എത്ര വായിച്ചാലും മതിവരികയില്ല. പ്രശസ്തരായുള്ള എഴുത്തുകാരുടെ കൃതികളും ആനുകാലിക ലേഖനങ്ങളും പത്രവും ദിവസേന വായിക്കണം. ശാസ്ത്ര സാങ്കേതിക ലേഖനങ്ങളും മെഡിക്കൽ ജേണൽ മുതലായവ മറിച്ചു നോക്കുക. സമയമുണ്ടാകും എല്ലാറ്റിനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ. ഒഴിവുള്ള സമയം ഉറങ്ങി തീർക്കാമെന്ന് കരുതിയാൽ ഈശ്വരൻ വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. ആവശ്യത്തിന് ഉറങ്ങുക. ഉറങ്ങാനായി കിടക്കാതെ ഇരിക്കുക. ധാരാളം പാട്ട് കേൾക്കുക. ഉമ്മച്ചേച്ചി പാട്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വഭാവം പോലെയുള്ളവരെ സുഹൃത്തുക്കളായി കിട്ടുക ഭാഗ്യമാണ്, പ്രയാസവും. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തു പോകുകയേ നിവർത്തിയുള്ളൂ. പിന്നെ സ്വീകരിക്കുന്നതിലല്ല സുഖം, കൊടുക്കുന്നതിലാണ്. എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുണ്ടാകുക. സേവനത്തിൻ്റെ സുഖം മഹാസുഖമാണ് എന്ന് അനുഭവം കൊണ്ട് അച്ഛൻ പഠിച്ചിട്ടുണ്ട്. ലളിത ജീവിതം നയിക്കുക. സാധുക്കളെ സ്നേഹിക്കുക, സഹായിക്കുക. മറ്റുള്ളവരോട് ദുഃഖത്തിൽ പങ്കുചേരുക, ആശ്വസിപ്പിക്കുക. അമ്പലത്തിൽ അധികം പോകുക വേണ്ട. ഈശ്വരൻ നാം ഓരോരുത്തരുടെയും മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഈശ്വരൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അച്ഛൻ ഇടയ്ക്ക് വിളിക്കാം, അമ്മ കൂടെ കൂടെ വിളിക്കും. സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോകുക. നല്ല ശാപ്പാട് കഴിക്കുക. ധാരാളം സംസാരിച്ച് തൃപ്തിയായി തിരിച്ചു പോരുക. ഓക്കെ? Yeah.